നമസ്കാരം. ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസ്ഥാനത്തെ ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം വീണിരിക്കുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. ഗവർണറുമായി വർദ്ധിത വീര്യത്തോടുകൂടി അല്ലെങ്കിൽ വലിയ ശൗര്യത്തോടുകൂടി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഇരട്ടച്ചങ്കൻ്റെ സർക്കാരാണ് കേസിപ്പോൾ കോടതിയിലെത്തിയപ്പോൾ ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം വീണിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാല VC ആര്, അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാല VC ആര്, പിണറായി വിജയൻ സർക്കാർ ഒരു പട്ടിക നൽകുന്നു. ആ പട്ടികയിലുള്ളവരെ സ്വീകാര്യമല്ല എന്ന് ഗവർണർ അറിയിക്കുന്നു. സിസ തോമസിനെ VC ആയി നിയമിക്കാനാണ് ഗവർണർക്ക് താല്പര്യം. ഗവർണർ പറഞ്ഞ നിയമനങ്ങൾ നടത്തില്ല എന്ന് സർക്കാർ ശാഠ്യം പിടിക്കുന്നു. ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടുന്നു. സുപ്രീം കോടതി വരെ ഈ തർക്കങ്ങൾ എത്തുന്നു. സുപ്രീം കോടതി പറഞ്ഞത് രണ്ടുപേരും തമ്മിൽ ഒരു യോജിപ്പിലെത്തണം. ആ സമവായത്തിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ സുപ്രീം കോടതി തന്നെ ഈ നിയമനം നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം രണ്ട് മന്ത്രിമാർ ഈ ലോക് ഭവനിൽ എത്തുന്നു. പക്ഷെ അവിടെയും സമവായം ഉണ്ടാകുന്നില്ല. ഗവർണർ മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. ഈ പറയുന്ന പേരുകൾ, സർക്കാർ പറയുന്ന പേരുകൾ നിയമിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതി ഒരു കമ്മീഷനോട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ, രണ്ട് കത്തുകളും പരിശോധിച്ച് ഒരു നിലപാട് സ്വീകരിക്കാനും അവിടെ നിയമനം നടത്താനായി രണ്ട് പേരുകളെ ശുപാർശ ചെയ്യാനും ഒക്കെ സുപ്രീം കോടതി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നാടകീയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക് ഭവനിൽ എത്തുകയും ഗവർണറുമായി ചർച്ച ചെയ്തുകൊണ്ട് സിസ തോമസിനെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാല VC ആയി സജി ഗോപിനാഥിനെയും നിയമിക്കാനുള്ള തീരുമാനമാകുന്നു. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായി ലോക് ഭവന് മുന്നിൽ പിണറായി വിജയൻ സർക്കാർ കീഴടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞ നിലയിലേക്ക് പിണറായി വിജയൻ ചെന്നു എന്നുള്ളതാണ്. സിസ തോമസ് പണ്ട് ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC ആയി സർക്കാർ നൽകിയ പേര് വെട്ടിക്കൊണ്ട് സിസ തോമസിനെയാണ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അവിടുത്തെ താൽക്കാലിക VC ആയി നിയമിച്ചത്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വാക്കു കേട്ടു എന്നതിൻ്റെ പേരിൽ സിസ തോമസിനെതിരെ പ്രതികാര നടപടിയെടുത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ആ ഡിജിറ്റൽ സർവകലാശാലയുടെ ചുമതലയായി കൂടി അല്ലെങ്കിൽ താൽക്കാലിക VC ആയി കൂടി പിന്നീട് സിസ തോമസ് ഗവർണറെ നിയമിക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ മുഖ്യമന്ത്രിയാണ്. എന്നാൽ മുഖ്യമന്ത്രി വൈസ് ചാൻസലറായ ഒരു സർവകലാശാലയിൽ നടക്കുന്നത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് എന്നാണ് പിന്നീട് സിസ തോമസ് കണ്ടെത്തുന്നത്. ആ കണ്ടെത്തലുകൾ ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഡിജിറ്റൽ സർവകലാശാലയിൽ വിശദമായ ഓഡിറ്റിന് ശുപാർശ ചെയ്യുന്നു. ഇതുകൂടിയായപ്പോൾ സിസ തോമസ് സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു. അതായത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള സമാനമായ അഴിമതികൾ പലയിടങ്ങളിലും നടന്നിട്ടുണ്ട്. ആ അഴിമതികളെ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വൈസ് ചാൻസലർ എന്ന നിലയിലാണ് സിസ തോമസിനെ പിണറായി വിജയൻ സർക്കാർ എതിർത്തുകൊണ്ടിരുന്നത്. ആ ഒരു എതിർപ്പ് ശരിയല്ല എന്ന നിലപാടാണ് ഗവർണറും അതുപോലെ തന്നെ ലോക് ഭവനും കഴിഞ്ഞ കുറേ നാളുകളായി എടുത്തുകൊണ്ടിരുന്നത്. സുപ്രീം കോടതി നിലപാടിനെ പോലും ചങ്കൂറ്റത്തോടു കൂടിയാണ് രാജേന്ദ്ര ആർലേക്കർ കഴിഞ്ഞ ദിവസം എതിർത്തത്. കാരണം ഈ നിയമനം നടത്താനുള്ള അധികാരം അത് ചാൻസലർക്കാണ്, സുപ്രീം കോടതിക്കല്ല. നിങ്ങൾ നിയമിച്ചില്ല എങ്കിൽ സുപ്രീം കോടതി നിയമിക്കുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി പരസ്യമായ നിലപാട് രാജേന്ദ്ര ആർലേക്കർ സ്വീകരിക്കുന്നു. അതിനുശേഷം സർക്കാർ മയപ്പെട്ട് ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങുകയുമാണ്. എന്തായാലും ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങിയതിൻ്റെ ജാള്യത മറക്കാൻ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിക്കുകയാണ്. IFFKയിൽ കേന്ദ്ര സർക്കാർ ചിത്രങ്ങളുടെ പേര് വെട്ടുന്നു എന്ന് പറയുന്നു. മാത്രമല്ല ഈ പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്നിട്ടുള്ള ആ ഗാനം, ആ പാരഡി ഗാനത്തിനെതിരെ CPM ഇതാ പരാതി കൊടുക്കാൻ പോകുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ഇവിടെ നിന്നും ആ നാണക്കേട് മാറ്റി ജനശ്രദ്ധ തിരിക്കാനുള്ള വലിയ ശ്രമം CPMൻ്റെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ്. ഗവർണർക്ക് മുന്നിൽ കീഴടങ്ങാതെ നിവർത്തിയില്ല എന്ന നിലയിലേക്ക് ഏറ്റവും ഒടുവിലാണ് സർക്കാർ എത്തിയത്. കാരണം ഗവർണർ സുപ്രീം കോടതിയെ പോലും വിമർശിക്കുന്നു. ആ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഗവർണർക്ക് അനുകൂലമായ തീരുമാനമെടുത്താൽ പിന്നെ ഒരു നിയമനങ്ങളിലും സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ നേരെ ഗവർണർക്ക് മുന്നിൽ സാഷ്ടാംഗം വീണത്. പക്ഷേ ഒരൊറ്റ ചോദ്യം ബാക്കിയാവുകയാണ്. ഇത് നേരത്തെ ആയിക്കൂടെ എന്ന ചോദ്യമാണ്. ഈ സമവായം എന്തുകൊണ്ട് നേരത്തെ ആയില്ല എന്ന ചോദ്യം പിണറായി വിജയൻ സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ്. സ്വാഭാവികമാണ് അതിൻ്റെ ഉത്തരം. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അദ്ദേഹത്തിൻ്റെ സർക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്. അല്പം വൈകി മാത്രമേ വിവേകമുണ്ടാവുകയുള്ളൂ എന്നത് ഈ കൂട്ടരുടെ ഒരു പൊതു സ്വഭാവവുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.